ഉദ്ഘാടനങ്ങളും അതിന്റെ പാരായണങ്ങളുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മളാരും കേൾക്കരുത് എന്ന ഒരു തീരുമാനം മക്കയിലുള്ള മുശ്രിക്കുകൾ ഒന്നടങ്കം കൂടിച്ചേർന്നുകൊണ്ടെടുക്കുകയുണ്ടായി. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഒരിക്കലും നമ്മളാരും ഖുർആൻ കേൾക്കാൻ പോകരുത്. വൽ ഔ ഫീഹി, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കണം, ആളുകൾക്ക് അത് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവരുത്. ലഅല്ലക്കും തഅലിബൂൻ, മുശ്രിക്കുകൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഖുർആനിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക എന്നാണ്. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സാഹചര്യം ഇല്ലാതായാൽ മാത്രമാണ്, ആളുകൾ ഖുർആനിനെ കേൾക്കാതിരുന്നാലേ നമുക്ക് ഖുർആനിനെ അതിജീവിക്കാൻ കഴിയൂ എന്ന രീതിയിലാണ് മക്കയിലെ മുശ്രിക്കുകളുടെ മനോഭാവം ഖുർആനിനോട് ഉണ്ടായിരുന്നത്. നാൾക്ക് നാൾ ഖുർആനിന്റെ സ്വാധീനം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അവർ എപ്പോഴും ആലോചിക്കുമായിരുന്നു, എന്താണ് പരിശുദ്ധ ഖുർആനിന് തടയിടാൻ വേണ്ടി തങ്ങളെ കൊണ്ട് ചെയ്യാനാകുന്ന കാര്യമെന്ന് അവർ കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. കച്ചവട ആവശ്യാർത്ഥം പേർഷ്യയിലേക്ക് പോകാറുണ്ടായിരുന്ന നെല്ലർ ബിൻ ഹർസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പേർഷ്യയിൽ നിന്ന് കുറെ പുസ്തകങ്ങൾ, ആളുകൾക്ക് വായിക്കാവുന്ന കഥകളായി കേൾക്കാവുന്ന കുറെ പുസ്തകങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. എന്നിട്ട് ജനങ്ങളോട് നെല്ലർ ബിൻ ഹർസ് പറഞ്ഞു, മുഹമ്മദ് നിങ്ങൾക്ക് ആദ് സമൂദ് ഗോത്രങ്ങളുടെയൊക്കെ കഥ പറഞ്ഞു കേൾപ്പിക്കുന്നില്ലേ? അതിനേക്കാൾ സുന്ദരമായ കഥകളാണ് ഈ പുസ്തകങ്ങളിലുള്ളത്. നിങ്ങൾ ഇത് വായിക്കുകയും ഇത് മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകങ്ങളുമായി മക്കയിലെ തന്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് വരുന്നത്. പരിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാനിലെ 5-6 ആയത്തുകൾ ഇത്തരത്തിൽ ഖുർആനിനെ തടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ പറയുന്ന ഒരു പേരാണ് നെല്ലർ ബിൻ ഹർസ്. പേർഷ്യയിൽ നിന്ന് പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന് ആളുകളോട് ഇത് കഥാപുസ്തകങ്ങളാണ്, നിങ്ങൾ ഇത് വായിച്ചുകൊള്ളു ഖുർആനിന് പകരം എന്ന് ഉപദേശിച്ച നെല്ലർ ബിൻ ഹർസിനെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മയസ്തരി ലഹ്വൽ ഹദീസ്, വിനോദങ്ങളെ വില കൊടുത്തു വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, അറിവില്ലായ്മ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുന്നതിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. വയത്തഖിദഹ ഹുസ്വ, അള്ളാഹുവിന്റെ മാർഗത്തെ അവർ വളരെ ലഘുവായിട്ടാണ്, നിസാരമായിട്ടാണ്, നിന്ദ്യമായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത്. ഉലൈക ലഹും അദാബും മുഹീൻ, അങ്ങനെയുള്ളവർക്ക് വളരെ നിന്ദ്യമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാനിത് പറയുന്നത് പരിശുദ്ധ ഖുർആനിന് പകരം വെക്കാവുന്ന ഏതെങ്കിലും ഒരു പുസ്തകങ്ങൾ നമ്മൾ ആരെങ്കിലും വായിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ദുനിയാവിലോ പരലോകത്തോ ഒരു ഉപകാരവും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൈകളിലുള്ള ഡിവൈസുകളിലൂടെ നമുക്ക് സമയനഷ്ടമുണ്ടാകുന്നു എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ മൊബൈലുകളിൽ എത്ര സമയമാണ് നമ്മുടെ കണ്ണതിൽ ഉടക്കി നിൽക്കുന്നത്, എത്ര സമയമാണ് നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ കയ്യിലുള്ള അത്തരത്തിലുള്ള ഡിവൈസുകളിൽ എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥത്തെ തടയുന്നതിനും അതിൽ നിന്ന് ആളുകളെ തടുക്കുന്നതിനും വേണ്ടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ തന്നെ ശത്രുക്കൾ സ്വീകരിച്ചൊരു മാർഗം മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടുക എന്നതാണ്. നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ സമയത്തെ, നമുക്ക് വായിക്കാനുള്ള നമ്മുടെ താല്പര്യത്തെ ഒക്കെ മറ്റു മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ആളുകൾ അന്നുണ്ടായിരുന്നതിനേക്കാളേറെ എത്രയോ പ്രബലമായ രീതിയിൽ വർത്തമാനകാലത്ത് ഉണ്ടാകുമെന്ന ബോധ്യത്തോടുകൂടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ സമയം നമ്മളാണ് എന്തിനു വേണ്ടി ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ ഒരു നോട്ടിഫിക്കേഷൻ അയച്ച് എന്നൊരു സൗണ്ട് വന്ന് അന്നത്തെ നമ്മുടെ അതിരാവിലെയുള്ള 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന വിധം ഇത്തരത്തിലുള്ള ഡിവൈസുകളിലൊക്കെ അടിമപ്പെട്ടവരായി നമ്മൾ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ അത് വലിയ ചർച്ചയാണ്.
പക്ഷെ നമ്മൾ എത്ര സമയമാണ് ഇതിന് ഉപയോഗിക്കുന്നത്? നമുക്ക് ഫേസ്ബുക്കിൽ എത്ര സമയമാണ്, നമ്മൾ വാട്സപ്പിൽ എത്ര സമയമാണ്, മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയുന്നത്, നോമ്പ് നഷ്ടപ്പെടുന്നതിന്റെ വേവലാതി നമ്മൾ എപ്പോഴും പ്രകടിപ്പിക്കും. നോമ്പ് നഷ്ടപ്പെടുക, ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ഒരു ഛർദ്ദിച്ചു പോയാൽ, ആളുകൾ ചോദിക്കും ഛർദ്ദിച്ചു പോയാൽ നോമ്പ് നഷ്ടപ്പെടുമോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ വെച്ച് ആശങ്കയോടുകൂടെ നോമ്പെങ്ങാനും ബാത്തിലായി പോകുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥത്തെ അവഗണിച്ചാലാണ്, അത് പരിഗണിക്കാതിരുന്നാലാണ് നമുക്ക് നോമ്പ് നഷ്ടപ്പെടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തന്ന പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു അമലി ഇബ്നു ആദം യുദാഅഫുൽ ഹസനത്തു അശറു അംസാലിഹാ. മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു തുല്യ പ്രതിഫലമല്ല നൽകുക. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിന് അത്ര തന്നെ കൂലിയല്ല അള്ളാഹു തരിക. എന്ത് കർമ്മം ചെയ്താലും, എന്ത് കർമ്മം, ഇതൊരു അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ അളവും തൂക്കവും നോക്കിയിട്ട് ആ കണക്കിനല്ല അള്ളാഹു നമുക്ക് പ്രതിഫലം തരിക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, കുല്ലു അമലി ഇബ്നു ആദം, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യുദാഅഫുൽ ഹസനത്തു അശറു അംസാലിഹാ, 10 ഇരട്ടി മുതലാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുക. ഇലാ 700 ലിഅഫിൻ, 700 ഇരട്ടി വരെ. അത് നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും സ്ഥാനവും അതിനുള്ള പ്രത്യേകതയും ഒക്കെ അനുസരിച്ച് അള്ളാഹു ഒരു കർമ്മത്തിന് ഏറ്റവും മിനിമം 10 ഇരട്ടി പ്രതിഫലം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒരു പണിക്ക് 10 റുപ്യാണ് കൂലി തരണ്ടെങ്കിൽ അള്ളാഹ് അത് തരുമ്പോ 100 അള്ളാഹു അതിന് തരിക. ഏറ്റവും മിനിമം അള്ളാഹു അതിന് 100 തരിക. അത് 700 ഇരട്ടി വരെ ഓരോ കാര്യങ്ങൾക്കും. ഒരു വക്ത് നമ്മൾ നിസ്കരിക്കുമ്പോ, ഒരായത്ത് നമ്മൾ ഓതുമ്പോ, ഒരു 10 രൂപ നമ്മൾ സ്വതക്ക് കൊടുക്കും, എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു 10 ഇരട്ടി മുതലാണ്. അള്ളാഹുവിന്റെ പ്രതിഫലങ്ങളുടെ ആരംഭം തന്നെ 10 ഇരട്ടി മുതലാണ്. അത് നമ്മുടെ നിയ്യത്തും നമ്മളാ ചെയ്യുന്ന സന്ദർഭത്തിന്റെ പ്രാധാന്യവും ആ പ്രവർത്തനത്തിന്റെ മഹത്വമൊക്കെ അനുസരിച്ച് അതിന്റെ തോത് ഇലാ 700 ഇരട്ടി വരെ അള്ളാഹു പ്രതിഫലം നൽകും. ഖാലല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞു, പ്രതിഫലത്തിന്റെ ഈ അളവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, ഇല്ല സൗം, നോമ്പിന് അള്ളാഹു ഇപ്രകാരമല്ല പ്രതിഫലം നൽകുന്നത്. 10 മുതൽ 700 ഇരട്ടി വരെ എന്നൊരു തോത് അള്ളാഹു നോമ്പിന്റെ കാര്യത്തിൽ വെച്ചിട്ടില്ല. നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്ക് ഫഇന്നഹു ലീ വഅനാ അജ്സി ബിഹി എന്നാണ്. ഫഇന്നഹു ലീ, മറ്റൊരു കർമ്മത്തെക്കുറിച്ചും അല്ല പറയാത്തതാണിത്. ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് ഹജ്ജ് ഫഇന്നഹു ലീ, മനുഷ്യരെടുക്കുന്ന, വിശ്വാസികൾ എടുക്കുന്ന നമസ്കാരം ഫഇന്നഹു ലീ, സ്വതക്കകൾ ഫഇന്നഹു ലീ, പഠിച്ചോ പറഞ്ഞില്ല, നോമ്പിനെ കുറിച്ച് മാത്രമാണ് അല്ലാഹ് ഫഇന്നഹു ലീ, അടിമകൾ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിസ്കാരം അല്ലാഹ്ക്കാണ്, സക്കാത്ത് അല്ലാഹ്ക്കാണ്, ഹജ്ജ് നമ്മൾ ചെയ്യുന്ന അല്ലാഹ്ക്ക് വേണ്ടിയാണ്. പിന്നെ എന്തേ നോമ്പിനെ പറ്റി മാത്രം ഇങ്ങനെ പറഞ്ഞത്? പരിശുദ്ധ റമദാൻ മാസത്തിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ നോമ്പെടുക്കുമ്പോ നോമ്പിന്റെ പ്രതിഫലത്തിന് 10 മുതൽ 700 വരെ എന്ന കണക്കില്ല പ്രതിഫലത്തിന്. കാരണം ഫഇന്നഹു ലീ, ഒരാൾ നോമ്പെടുക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. നോമ്പെടുക്കുമ്പോൾ നമ്മൾ പാലിക്കുന്ന കുറെ നിയമങ്ങളുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ പള്ളിയിൽ വരണം, നിസ്കരിക്കുന്ന ആളാണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ. അയാൾ എന്തെങ്കിലുമൊക്കെ 10 റുപ്യ കൊടുക്കുന്ന ഒരാളാണ് എന്ന പേര് വരണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കണം. ഹാജിയാര് എന്ന് ആൾക്കാർ വിളിക്കണമെങ്കിൽ ഞാൻ ഹജ്ജിന് പോകണം. നോമ്പിന്റെ ഒരു നിബന്ധനയും പാലിക്കാതെ ആൾക്കാർക്കിടയിൽ നമുക്ക് നോമ്പുകാരനായി ജീവിക്കാൻ പറ്റും? നോമ്പിന്റെ ഒരു നിബന്ധനയും പാലിക്കാതെ മനുഷ്യർക്കിടയിൽ നമ്മളെ നോമ്പുകാരനാണെന്ന് പറയിപ്പിക്കാൻ പറ്റും? അപ്പൊ നോമ്പിന്റെ എല്ലാ നിബന്ധനകൾ ഒരാൾ പാലിക്കുന്നുണ്ടെങ്കിലോ ഫഇന്നഹു ലീ, അങ്ങനെ ഒരാള് വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, കണ്ണ് സൂക്ഷിച്ച്, നാവ് സൂക്ഷിച്ച്, കാത് സൂക്ഷിച്ച്, മനസ്സിനെ സൂക്ഷിച്ച്, എല്ലാ നിയമ നിബന്ധനകളും പാലിച്ചുകൊണ്ടൊരു മനുഷ്യൻ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ പ്രതിഫലോ അതിന് 10 മുതൽ 700 എന്ന കണക്കൊന്നുമില്ല. വഅനാ അജ്സി ബിഹി,
രാജാതിരാജനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നത് ഫഇന്നഹു ലീ വഅനാ അജ്സി ബിഹി, ഞാനാണതിന് കൂലി കൊടുക്കുക. അത് എത്രയാണ്, അതിന്റെ തോത് എത്രയാണ്, അതിന്റെ അളവെത്രയാണ് എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അളവറ്റ പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധ റമദാനിലെ പ്രധാനുഷ്ഠാനം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, റുബ്ബ സ്വായിമിൻ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തോട് ബന്ധമുള്ള ഒരു ഹദീസാണ്. റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, അവർക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് അവർക്ക്. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, വേറെ കുറെ ആളുകൾ രാത്രി നമസ്കാരമൊക്കെ നിർവഹിക്കുന്നവർ, അവർക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടമാകുന്നുണ്ട്. വിശപ്പ് കിട്ടുന്നുണ്ട്, ഉറക്കം പോകുന്നുണ്ട്. നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും വിശപ്പ് അനുഭവിക്കുകയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതല്ലാതെ മറ്റൊരു ഗുണവും കിട്ടാത്ത എത്ര നോമ്പുകാർ. റുബ്ബ സ്വാഇം, എത്ര നോമ്പുകാർ. അവർക്ക് വിശപ്പുണ്ട്, ആ വിശപ്പാണ് ആ നോമ്പ് കൊണ്ട് അവർക്ക് കിട്ടുന്നത്. രാത്രി നമസ്കാരത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്, ആ രാത്രി നമസ്കാരത്തിൽ ഉറക്കം പോയി എന്നല്ലാതെ വേറെ അതിന് കൂലിയൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സഹോദരങ്ങളെ, നോമ്പെടുത്തിട്ട് വിശപ്പ് അനുഭവിച്ചിട്ട് ദാഹം അനുഭവിച്ചിട്ട് പ്രയാസം അനുഭവിച്ചിട്ട് അതിന് പ്രതിഫലം ലഭിക്കാതെ വരുന്ന രാത്രി നമസ്കാരങ്ങൾ റബ്ബിന്റെ അടുക്കൽ കബൂലാകാതെ പോകുന്ന, സ്വീകാര്യമാകാതെ പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു ഘട്ടത്തിൽ ആയിഷ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആളുകൾ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ കബൂലാകുന്നില്ലയോ എന്ന ഭയം കൊണ്ട് ആളുകൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് പറക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബീവി പറയാണ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോ ഹൃദയം വിറകൊണ്ട് ചെലവഴിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീവി ചോദിച്ചു, അതെന്തുകൊണ്ടാണ് റസൂലെ? അഹും യസ്നൂൻ, അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുമ്പോ വിറച്ചുകൊണ്ട്, മനസ്സ് വിറച്ച്, ഹൃദയം വിറച്ചുകൊണ്ട് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തിനാണ്? എന്താണ് അവരെ പേടി? എന്താണ്? അവര് മുമ്പ് വ്യഭിചാരികളായിരുന്നുവോ? കള്ളുടിച്ചിരുന്നോ? എന്തെങ്കിലും കളവ് നടത്തിയിട്ടുണ്ടോ? ഹറാമപ്പെട്ട ആൾക്കാരാണോ അത്? അവരെ പറ്റിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ. അതുകൊണ്ടല്ല ആയിഷബീനെ വിളിക്കാൻ ലാ യബ്നത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ. അവര് ഹറാമ് ചെയ്തുകൊണ്ടൊന്നുമല്ല, അവർക്ക് പേടിയാണ്. അല്ലാ യതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് അവരുടെ കർമ്മങ്ങളെങ്ങാനും സ്വീകരിക്കപ്പെടാതെ പോയാൽ. നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് സ്വതക്കൊക്കെ ചെയ്ത് സക്കാത്തൊക്കെ കൊടുത്ത് രാത്രി നിസ്കരിച്ച് തറാവി നിസ്കരിച്ച് ഖുർആൻ ഓതി ഇത് സ്വീകരിക്കപ്പെടാതെ പോയാലോ, അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകാതെ പോയാലോ? എന്ത് ചെയ്താലാണ് കർമ്മങ്ങൾ കബൂലാകാതിരിക്കുക, സ്വീകരിക്കപ്പെടാതെ പോവുക? ഞാൻ അത് പറയാനാണ് കുറച്ച് സമയം ഇന്ന് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്താലാണ് നമ്മുടെ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ കബൂലാകാതെ പോവുക? ഒന്ന്, സൗബാൻ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാൽ തിഹാമ, തിഹാമ പർവ്വതത്തോളം നന്മ ചെയ്തിട്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നവർ എന്റെ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അതാരാണ് നബിയെ? യാ റസൂലല്ലാഹ് സിഫ്കും ലനാ, ഞങ്ങൾക്ക് അതാരാണ്? അങ്ങനെ കർമ്മങ്ങളൊക്കെ കുറെ പണിയെടുത്തിട്ട് നാളെ പരലോകത്ത് വരുമ്പോ നഷ്ടം പറ്റുന്നവരാരാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും, അവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, നിങ്ങളിൽ തന്നെ ഉള്ളവരാണ്. റസൂൽ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, നിങ്ങളിൽ തന്നെ ഉള്ളവരാണ് അവർ. എന്താണ് അവരെ കുറിച്ച് അങ്ങനെ പറയുന്നത്? വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന, രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് പോലെ അവർ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. രാത്രി നിസ്കാരമൊക്കെ ഉള്ള, നോമ്പൊക്കെ ഉള്ള നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ. വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ഹറാമിന്റെ കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യും? വീഴ്ച സംഭവിക്കും. ഒറ്റക്കാകുമ്പോ ഖലൗ വഇദാ ഖലൗ, ആൾക്കൂട്ടത്തിൽ നല്ല പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വം, നല്ല സ്വഭാവം, നല്ല പേര്, നല്ല അംഗീകാരം, നല്ല പ്രശസ്തി എല്ലാം ഉണ്ടാകും അയാൾക്ക്. പക്ഷേ വഇദാ ഖലൗ, ആ പദത്തിനാണ് ചുവന്ന മഷി കൊണ്ട് നമ്മൾ അടിയിൽ ഇങ്ങനെ വരക്കേണ്ടത്. വഇദാ ഖലൗ, ആ ആയത്തിലെ ആ ഒരൊറ്റ
പദത്തെക്കുറിച്ചാണ് ദിവസം മുഴുവനും നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടത്. ഇദാ ഖലൗ, തനിച്ചായാൽ, ഒറ്റക്കാണെങ്കിൽ. ആൾക്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുമ്പോ ഹറാമും ഹലാലും ഒക്കെ നമുക്ക് ഉണ്ടാവും, ശരിയും തെറ്റും ഉണ്ടാവും. നമ്മൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഫത്വ ചോദിക്കും. പക്ഷേ ഇദാ ഖലൗ, തനിച്ചായാലുള്ള സ്വഭാവം എന്താ? ഒറ്റക്കാണെങ്കിൽ എങ്ങനെയാ, എന്താ കാണുക, എന്തൊക്കെയാണ് നോക്കുക, എന്താണ് ആസ്വദിക്കുക? ഹറാമുകളോട് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന് പടച്ചവൻ പഠിപ്പിച്ച കാര്യങ്ങളോട് തനിച്ചാകുന്ന സമയത്ത് നമ്മുടെ നിലപാടുകൾ എന്തായിരിക്കും? റമദാനുണ്ട്, നോമ്പുണ്ട്, സദക്കുണ്ട്, രാത്രി നിസ്കാരമുണ്ട്, തഹജ്ജുദുണ്ട്, ഖിയാമുണ്ട്, നിരന്തരമായ പ്രാർത്ഥന ഉണ്ട്, ഖുർആൻ പാരായണമുണ്ട്. വഇദാ ഖലൗ, ഇതെല്ലാമുള്ള ആളുകൾ അവർ തനിച്ചാവുമ്പോ, ഒറ്റക്കാവുമ്പോ ഒരു അവസരം കിട്ടിയാല് അവരെന്ത് ചെയ്യും? ഹറാമിലേക്ക് പോകും. അവർക്ക് പേടിയുണ്ടാവൂല. സഹോദരങ്ങളെ, മൊബൈൽ ഫോൺ കയ്യിലുള്ള ഒരു കാലത്ത്, ഇന്റർനെറ്റ് വ്യാപകമായൊരു ലോകത്ത്, വഇദാ ഖലൗ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണത്. അവർ തനിച്ചായാൽ അവർ ഹറാമുകളിലേക്ക് പെട്ടുപോകും, ഹറാമുകളിൽ വീണുപോകും. അവർക്കാണ് നഷ്ടമുണ്ടാകുക എന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അതദ്റൂന മൽ മുഫ്ലിസ്, പാപ്പരായവൻ. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. റസൂൽ ചോദിക്കാൻ, ആരാണ് പാപ്പരായവൻ? പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്ന ചില ആൾക്ക് അതാരാണ്? സ്വഹാബികൾ പറഞ്ഞു, ഖാലു അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ. പണ്ടോ പണോ കയ്യിലില്ലാത്തവരെയാണ് പാപ്പർ എന്ന് പറയാ, തൊടിയും വരുമാനം ഇല്ലാത്തവരെയാണ് പാപ്പർ എന്ന് പറയാ. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ പാപ്പരായവൻ എന്ന് പറയുന്നത് യഅതി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവൻ വരുമ്പോ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, ഇതൊക്കെ ഉണ്ടാവും. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാ നന്മകളുമായിട്ടാണ് പടച്ചവന്റെ അടുത്തേക്ക് വരിക. പക്ഷേ അവന്റെ കയ്യിൽ വേറെ ചിലത് കൂടി ഉണ്ടാവും. എന്താണത്? വയത്തി കദശതമഹാദ, ചില ആളുകളെ ചീത്ത പറഞ്ഞത്, കദഫഹാദ, അപവാദം പറഞ്ഞത്, അക്കലമാലഹാദ, അന്യായമായി അവിഹിതമായി വാങ്ങി ഭക്ഷിച്ചത്, അത് വസഫകദമഹാദ വലറബഹാദ ഫയൂതഹാദ മിൻ ഹസനാതിഹി, ഉപദ്രവിച്ചതും, നാവുകൊണ്ട് ഉപദ്രവിച്ചതും, കൈകൊണ്ട് ഉപദ്രവിച്ചതും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആളുകൾ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലേക്ക് വരും. അപ്പോൾ അവൻ ചെയ്ത നന്മകളിൽ നിന്ന് ആരെയാണോ അവൻ ഉപദ്രവിച്ചത് അവർക്ക് എടുത്തു കൊടുക്കും. നമ്മൾ ഒരാളെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സക്കാത്തിന്റെ കൂലി എടുത്തിട്ട്, ഹജ്ജിന്റെ പ്രതിഫലം എടുത്ത്, നോമ്പിന്റെ പ്രതിഫലം എടുത്തിട്ട് അള്ളാഹു അയാൾക്ക് അതിന് പകരം കൊടുക്കും പരലോകത്ത് വെച്ചിട്ട്. എന്നിട്ടും നമ്മൾ ചെയ്ത തെറ്റുകൾ ബാക്കിയായാൽ ആരോടാണോ നമ്മൾ തെറ്റ് ചെയ്തത് അയാളുടെ തിന്മകൾ എടുത്തിട്ട് അള്ളാഹു നമ്മുടെ മേൽ നൽകും. ഖുർആൻ റസൂൽ പറയാണ്, അഖദ മിൻ ഖത്വായാഹും ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ. അങ്ങനെ അയാൾ നരകാവകാശിയായി. നോമ്പും നിസ്കാരവും എല്ലാ നന്മയും പുണ്യൊക്കെ ഉണ്ടായിട്ടും നരകത്ത് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്വസിക്കുന്ന എന്താണ്? ഞാൻ സുബൈക്ക്, എല്ലാവരും ഉറങ്ങുമ്പോൾ സുബൈക്ക് പോണ ഒരാളാണ് ഞാൻ. അതൊരു ആശ്വാസമാണ്, സത്യത്തിൽ ആശ്വാസമാണ്. പക്ഷേ അതേ മനുഷ്യന്റെ കയ്യിലിരിപ്പ്, ആളുടെ വർത്താനങ്ങൾ മരിച്ചാലും മറക്കാനാകാത്ത രൂപത്തിൽ മനസ്സിനെ വേദനിപ്പിച്ച്, മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒറ്റ വാക്കുകൊണ്ട്, ഒരൊറ്റ പദം കൊണ്ട് മരിച്ചാലും മറക്കാനാകാത്ത മുറിവ് വരുത്തി ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, നാവിന്റെ പ്രയോഗങ്ങളെ കൊണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരാണ് നാളെ പരലോകത്ത് നഷ്ടക്കാരായി മാറുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ കർമ്മങ്ങളൊക്കെ പോകും, നോമ്പിന്റെ കൂലിയും ഒക്കെ പോകും. മറ്റുള്ളവൻ ചെയ്ത്, നമ്മൾ ആരെ ഉപദ്രവിച്ചുവോ അവർ ചെയ്ത തിന്മകളുടെ ആ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. മൂന്നാമത്തത് മോശമായ നമ്മുടെ സംസാരങ്ങളും പ്രവൃത്തിയുമാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹജ്ജത്തുൻ. നോമ്പ് വന്നിട്ട് നോമ്പെടുക്കാൻ തുടങ്ങിയിട്ടും മോശപ്പെട്ട സംസാരവും, മല്ലമത് ഖൗല അസ്സൂരി വൽ അമല, മോശപ്പെട്ട പ്രവർത്തനം, ചീത്തയായ പ്രവർത്തനങ്ങളും ചീത്ത വർത്താനങ്ങളും ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹജ്ജത്തുൻ. അത് നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനോട് ഇങ്ങനെ പറയണം. ഫലൈസ ലില്ലാഹി ഹജ്ജത്തുൻ, നമ്മുടെ നാവിനോട് നമ്മൾ പറയണം.
നമ്മുടെ നാവിനോട് നമ്മൾ പറയാ, വർത്താനം നിയന്ത്രിക്കാനും ചീത്തയായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാനും കഴിയുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹ്ക്ക് ആവശ്യമില്ല അയ്യദാ തുആമഹു വശറാബഹു, നിങ്ങൾ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ അങ്ങനെ കഷ്ടപ്പെടുന്ന പഠിച്ചോന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് ഹദീസിന്റെ പ്രയോഗം. നിങ്ങൾ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെ ജീവിക്കണം എന്ന് അള്ളാഹ്ക്ക് ഒരു താല്പര്യമില്ല. എന്തില്ലെങ്കിൽ നിങ്ങൾ ചീത്ത വർത്തമാനങ്ങളും ചീത്ത പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് ആ വിഷയത്തിൽ ഒരു താല്പര്യവുമില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. നാലാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവർ ശിർക്ക് ചെയ്താൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി തീരും. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചാൽ കർമ്മം മുഴുവൻ നിഷ്ഫലമായി തീരും. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാൻ, അള്ളാന്റെ റസൂലിന് അള്ളാഹ് വഹി കൊടുത്തു. എന്താണെന്നറിയോ? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക. നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, നമുക്ക് ശിർക്ക് വരും? അങ്ങനെ ആൾക്കാർ ചോദിക്കുക, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, നമുക്ക് ശിർക്ക് വരും? മുഹമ്മദ് നബിയോട് അള്ളാഹ് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക, താങ്കളിലേക്ക് നാം വഹി തന്നിട്ടുണ്ട്, വഇലല്ലദീന മിൻ ഖബലിക, താങ്കളുടെ മുമ്പുള്ളവരിലേക്ക് നാം വഹി നൽകിയിട്ടുണ്ട്. ലയിൻ അശ്റക്ത, നീ ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി തീരും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. ശിർക്ക്, നമ്മൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ സങ്കടം വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിലിരിക്കുമ്പോ ഒരു പുരോഹിതൻ അതിലെ കടന്നുപോയി. ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റികളിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ അതിലെ കടന്നുപോയപ്പോ അയാളുടെ വിശ്വാസത്തിനും അയാളുടെ ദീനിനും വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. രാവും പകലും ഇല്ലാതെ അതിന്റെ പിന്നാലെ കൂടി അതിനുവേണ്ടി ഏറെ ത്യാഗം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ പോകുന്നത് പള്ളിയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഒരു മനുഷ്യൻ പുറത്തുകൂടെ നടന്ന, ഒരു പുരോഹിതൻ നടന്നു പോകുന്ന കണ്ടപ്പോ പള്ളിയിലിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അപ്പൊ ആൾക്കാരെ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അതെന്താണ്, എന്തിനാണ് കരയുന്നത്, എന്തിനാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പുരോഹിതനെ കണ്ടപ്പോ എനിക്ക് 2 ആയത്തുകൾ ഓർമ്മ വന്നു. ഏതാണ് ആയത്ത് എന്നറിയോ? നമുക്ക് എല്ലാവർക്കും അർത്ഥസഹിതം അറിയുന്ന 2 ആയത്തുകളാണ്. ഏതാണ് ആയത്ത്? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ആമിലത്തുൻ നാസിബ, ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാണ് അവർ വരിക. പക്ഷെ തസ്ലാ നാറൻ ഹാമിയ, അവർ ആ ചൂടുള്ള കരിക്കുന്ന ശിക്ഷയിലേക്ക് ആണ്, നരകത്തിലേക്കാണ് അവർ എത്തിപ്പെടുക. ഈ 2 ആയത്തിൽ ഞാൻ ഓർത്തുപോയി. കുറെ പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. പക്ഷേ അഖീദയിൽ, വിശ്വാസത്തിൽ, ഈമാനിൽ പാടില്ല, പാപമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരിക. പരിശുദ്ധ റമദാൻ, അതേറ്റവും അധികം ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് റമദാനിലെ ബദറുമായി ബന്ധപ്പെട്ടാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ ഒതുങ്ങിക്കൂടാനുള്ളതല്ല. മുസ്ലിങ്ങൾക്ക് റമദാൻ എന്നതിന്റെ വലിയ സന്ദേശമാണ് ബദർ. ഒക്കെ എല്ലാ പ്രവർത്തനവും നിർത്തിവെച്ചിട്ട് നോമ്പാണ്, അടങ്ങി ഒതുങ്ങി വീട്ടിലിങ്ങനെ കുത്തിരിക്കുക, ജമാഅത്തിന് പള്ളിയിൽ പോവുക, കുറച്ചുനേരം ഇന്ന് ഖുർആൻ ഓതുക, വളരെ ശാന്തമായിട്ട് ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ട് നോമ്പുകാരനായി ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടതല്ല. അതല്ല നോമ്പ് എന്ന് നമ്മളെ പഠിപ്പിച്ച ചരിത്രമാണ് ബദർ എന്ന് പറയുന്നത്. ബദർ ആയുധമെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയതാണ്. ആളുകൾക്ക് റമദാനായാൽ തസ്കിയത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട്. ആൾക്കാർ നരകത്തെ കുറിച്ച് പറഞ്ഞാൽ മതി, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ മതി, ശിർക്കും തൗഹീദൊന്നും പറയണ്ടെന്ന് ഒരു അഭിപ്രായമുള്ള ആൾക്കാർ റമദാനാകുമ്പോ അതൊന്നും അങ്ങനെ പറയണ്ട, അവരെ കുറിച്ച് പറയാ, അവരെ കുറിച്ച് പറയാ, ഇതൊന്നും പറയല്ലേ എന്ന നിലപാടുള്ള ആളുകൾ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ബദർ തൗഹീദിനു വേണ്ടിയുള്ള ആയുധമെടുത്തുള്ള പോരാട്ടം നടന്നത് റമദാനിലാണ്. എന്താ ശത്രുത? എന്താ അവിടെ? സാമ്പത്തിക പ്രശ്നമാണോ? രാജ്യവും തമ്മിലാണോ? ഒരു ഭരണാധികാരിക്ക് വേറൊരു നാടിനു വേണ്ടി നടത്തിയ പോരാട്ടാണോ? ബദർ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനു വേണ്ടിയുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ യുദ്ധത്തിന്റെ പേരാണ് ബദർ എന്ന് പറയുന്നത്. ആ ബദറിൽ പോരാടിയവർ പിന്നീട് ബദരീങ്ങൾ എന്നറിയപ്പെട്ടു. ആ ബദരീങ്ങൾ പിന്നീട് ചരിത്രത്തിന്റെ തനിയാവർത്തനം പോലെ
ആ ബദരീങ്ങൾ പിന്നീട് വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിച്ചു, വിഗ്രഹങ്ങൾക്കെതിരെ പോരാടി, വിഗ്രഹങ്ങൾക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടു, വിഗ്രഹങ്ങൾക്കെതിരെ പൊരുതിയതിന്റെ പേരിൽ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വരുമ്പോ അള്ളാന്റെ റസൂൽ വിഗ്രഹാരാധനക്കെതിരെ സംസാരിക്കുമ്പോ കഅബാലയത്തിന്റെ അകത്തുള്ള ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ പേരെന്താണെന്നറിയോ? ഇബ്രാഹിം നബി എന്നാണ്. പ്രവാചകൻ ഇബ്രാഹിമിന്റെ വിഗ്രഹമാണ് കഅബാലയത്തിൽ ഉണ്ടായിരുന്നത്. വിഗ്രഹാരാധനക്കെതിരെ പൊരുതിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറച്ച് തലമുറ കഴിയുമ്പോൾ അദ്ദേഹം ഒരു വിഗ്രഹമായി മാറുന്ന കാഴ്ചക്ക് ചരിത്രത്തിന് ഗത്യന്തരമില്ലാതെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ബദരീങ്ങൾ ബദറിൽ സ്വന്തം ഉപ്പാനോട് പൊരുതിയ ആൾക്കാരുണ്ട്. അപ്പുറത്ത് വാപ്പയും ഇപ്പുറത്ത് മകനും, ഇപ്പുറത്ത് മകനും അപ്പുറത്ത് വാപ്പയും. വാപ്പ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ മകൻ ശത്രു, മകൻ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ വാപ്പ അവിശ്വാസിയായി മരണപ്പെട്ടവർ. അങ്ങനെയുള്ള വിശ്വാസികൾ 100-300 ആളുകൾ ജീവൻ കൊടുത്ത് പടപൊരുതിയ യുദ്ധമാണ് ബദർ. അതിൽ പങ്കെടുത്ത ആൾക്കാരാണ് ബദരീങ്ങൾ. ഇപ്പൊ ആൾക്കാർ എന്ത് ചെയ്യാണ്? ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ റമദാൻ 17 നമ്മുടെ നാട്ടിലെ പള്ളികൾക്കകത്ത് വെച്ച് വരെ ഇതാരോടാ നമ്മൾ സങ്കടം പറയാ? ഇതാരോടാ നമ്മളിത് തിരുത്താൻ പറയാ? പള്ളി ഇന്ന് വഅന്നൽ മസാജിദലില്ല, പള്ളികൾ പടച്ചോന്റേതാണ്. വഅന്നൽ മസാജിദലില്ല, നിങ്ങൾ സൂറത്ത് ജിന്നോദി നോക്ക്. വഅന്നൽ മസാജിദലില്ല ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. വഅന്നൽ മസാജിദലില്ല, ഇവിടുത്തെ സമസ്തയിലെ പണ്ഡിതന്മാർ എഴുതിയ ഖുർആന്റെ പരിഭാഷ എടുത്തിട്ട് നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. വഅന്നൽ മസാജിദലില്ല, പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതുകൊണ്ട് നിങ്ങൾ ആരും അള്ളാന്റെ കൂടെ മഅല്ലാഹി, അള്ളാന്റെ കൂടെ അള്ളഹാനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അള്ളഹാനോട് ചോദിക്കുന്നുണ്ടാവും, പടച്ചോനെ റബ്ബെ റബ്ബന എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. അതിന്റെ കൂടെ ബദരീങ്ങളെ എന്ന് വിളിക്കുക, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ വലിയൊരു അബദ്ധവും അതിനേക്കാൾ വലിയൊരു വീഴ്ചയും അതിനേക്കാൾ വലിയൊരു തെറ്റും ഇസ്ലാമിക ലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേറെ സംഭവിക്കാനില്ല. അതിനെ തന്നെയാണ് മണ്ണ് കൊണ്ട് ഉരുട്ടി നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന ഒരു ഉരുളയുടെ പേരല്ല ഷിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയോട് സഹായിക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ പേരാണ് ഷിർക്ക്. ആ ഷിർക്ക് സംഭവിച്ചാൽ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. അത് നോമ്പുകാരൻ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതാണ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ, 5-മതായി, നമസ്കാരം, നിർബന്ധ നമസ്കാരം ഒഴിവാക്കിയാൽ, നിർബന്ധ നമസ്കാരം ആളുകൾ തറാവീഹിന് ആൾക്കാർ വരും. ഇനിയിപ്പോ രാത്രി നിസ്കരിക്കുന്ന അവസാനത്തെ 10 ആവുമ്പോൾ നമ്മുടെ രാത്രി നിസ്കാരം, രാത്രി 3 മണിക്കോ 2 മണിക്കോ ഒക്കെ നിസ്കാരം, ആ നിസ്കാരത്തിനെത്തും. എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞു പോയി അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കുമ്പോൾ സുബഹി നിസ്കരിക്കാൻ. അതെന്ത് ഏർപ്പാടാണ്? അങ്ങനത്തെ ശീലങ്ങൾ നമുക്കുണ്ടാകുന്നത്. നിർബന്ധ നമസ്കാരങ്ങൾ ഒഴിവാക്കിയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആ അന്നത്തെ നോമ്പ് പോകുന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർബന്ധ നമസ്കാരം ഒഴിവാക്കിയാൽ ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ, ഒരു മനുഷ്യന്റെയും ഷിർക്കും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തർക്കുസ്വല. നിസ്കാരം ഉണ്ടോ അയാൾ വിശ്വാസിയാണ്, നിസ്കാരം ഇല്ലേ അയാൾ അവിശ്വാസിയാണ്. ഒരു മനുഷ്യന്റെയും അവിശ്വാസത്തിന്റെയും ഇടയിലുള്ള വേർതിരിവ് എന്ന് പറഞ്ഞാൽ നിസ്കാരാണ്. നമസ്കാരം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക, നിങ്ങൾ വിശ്വാസിയായി മാറുക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ അൻ അബീഹി ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അസ്സലാ, നമസ്കാരമാണ്. ഫമൻ തറക്കഹാ, നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ. ഫമൻ തറക്കഹ, നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസിയായി എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.
കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅ്മാലി തർക്കുഹു കുഫ്റുൻ വൈറസ്വലാ. വിശ്വാസികൾ സ്വഹാബികൾ ഏറ്റവും ഗൗരവത്തോടുകൂടെ കണ്ട കുഫറിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടെ കണ്ടത് തർക്കുസ്വലാ, നിസ്കാരം ഉപേക്ഷിക്കലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, നോമ്പെടുക്കുമ്പോ നമസ്കാരവും വളരെ സൂക്ഷ്മതയോടുകൂടെ അതിന്റെ കൂടെ ചെയ്യേണ്ടുന്ന എല്ലാ കാലത്തും സൂക്ഷ്മത അതിലുണ്ടാകണം. ഒരു കാലത്തും നിസ്കാരത്തിന് വീഴ്ച ഉണ്ടാകാൻ പാടില്ല. ഏത് കാലത്തും നമസ്കാരം നഷ്ടപ്പെടുത്തിയാലും അത് കുഫറിലേക്കാണ്, കാഫിറിന്റെ ലക്ഷണം അടയാളമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. നോമ്പുകാരൻ അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹു അവനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചനുസരിച്ച് പാലിച്ചു ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, നല്ല മനുഷ്യരിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മദീന പള്ളിയുടെ തൊട്ടു മുമ്പിലാണ് ബൈറുഹ എന്ന് പറയുന്ന അതീവ സുന്ദരമായ ഈത്തപ്പനത്തോട്ടുണ്ടായിരുന്നത്. വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഒരല്പസമയം സമാധാനത്തോടെ ഇരിക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പോയിരുന്ന ഒരു തോട്ടം. അബൂ ത്വൽഹത്തുൽ അൻസാരിയാണ്, വളരെ ധനികനാണ് അതിന്റെ ഉടമ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ 90-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, പരിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്ത് മാഇദയിൽ 90-ാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഒരിക്കലും തന്നെ 92-ാമത്തെ ആയത്ത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, പുണ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ ബാധ്യതയുള്ള സ്വതക്കകളും സക്കാത്തൊക്കെ ഉണ്ട്. നിങ്ങൾ അതിലേറെ പുണ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുകയില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞിട്ട് വേണ്ടാതിരിക്കുന്ന ഒരു സാധനം എടുത്തു കൊടുക്കുക. നമ്മളിങ്ങനെ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു, അപ്പൊ ഇനി ഇത്ര ബാക്കിയുണ്ട്, അത് അപ്പുറത്ത് വേണമെന്ന് ചോദിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യും. മിച്ചം വരുന്നത്, ശിഷ്ടം വരുന്നത് നമ്മൾ ദാനം ചെയ്യും. അത് ചെയ്യാം, അതിന് കൂലി ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെലവഴിക്കുന്നത്? ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് എടുത്തിട്ട് നിങ്ങൾ അത് വേറൊരാൾക്ക് കൊടുക്കുക. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എന്താണോ അതെടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ, നിങ്ങൾ എന്ത് കൊടുത്താലും, അത് എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലാത്താണെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് അള്ളാഹ് അറിയും. ഫഇന്നല്ലാഹ ബിഹി അലീം, അള്ളാഹു അത് അറിയുന്നവനാണ്, അള്ളാഹു അത് പരിഗണിക്കുന്നവനാണ്, പടച്ചവൻ പ്രതിഫലം നൽകും. പക്ഷെ നിങ്ങൾ ബിർറ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അള്ളാഹിന്റെ അടുക്കൽ നിന്ന് ധാരാളമായി പുണ്യം സമ്പാദിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെടുത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ അബൂ ത്വൽഹത്തുൽ അൻസാരി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സമ്പത്തിൽ, എന്റെ സ്വത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ബൈറുഹ തോട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അറിയുന്ന മദീന പള്ളിയുടെ തൊട്ടു മുമ്പിലുള്ള ബൈറുഹ തോട്ടത്തെക്കുറിച്ച് അതിന്റെ ഉടമയായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. ഞാൻ ഈ ആയത്ത് കേട്ടപ്പോ, പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഞാൻ കേട്ടപ്പോ, ബൈറുഹ തോട്ടം ദാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയെ. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തിനു വേണ്ടിയാണോ അതിന് ആവശ്യമുള്ളതിന് താങ്കൾ എടുത്ത് ഉപയോഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് റസൂലിന് അനുവാദം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലിയ ധനമാണ് അബൂ ത്വൽഹ താങ്കൾ സമ്പാദിക്കുന്നത്. ഈ ചെലവഴിക്കലിലൂടെ വലിയ സമ്പാദ്യമാണ് താങ്കൾ ഉണ്ടാക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് അത് ദാനം ചെയ്യുക. അള്ളാഹിന്റെ മാർഗത്തിലാണ്, താങ്കൾ തന്നെ താങ്കളുടെ അടുത്ത കുടുംബങ്ങൾക്ക് ദാനം ചെയ്യുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വൽഹത്തുൽ അൻസാരിയോട് അദ്ദേഹത്തിന്റെ ദാനവും ധർമ്മവും അത് അടുത്ത കുടുംബങ്ങൾക്ക് അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ സ്വതക്കൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് അവനവന്റെ കുടുംബങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് 2 കൂലിയാണ്. എന്താണ്? നമ്മുടെ കുടുംബത്തിന് നമ്മൾ ദാനം ചെയ്യുമ്പോൾ 2 കൂലിയാണ്. എന്താ 2 കൂലി? 1 സ്വതക്ക, 2 സിലത്തുൻ, കുടുംബബന്ധം ചേർക്കലും.
രണ്ട് കാര്യം നടക്കും അവിടെ. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ദാനം ചെയ്യുമ്പോൾ ഒന്ന് ഒരു സ്വതക്കന്റെ പ്രതിഫലം കിട്ടും, രണ്ടാമത് സിലത്തുൻ ഒരു കുടുംബ ബന്ധം ചേർക്കൽ അവിടെ നടക്കുന്നുണ്ട്, അതിനും അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. സഹോദരങ്ങളെ, അബൂ തുൽഹത്തുൽ അൻസാരി തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെലവഴിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ചെലവഴിക്കാൻ തന്നെയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ എടുത്ത് ചെലവഴിക്കാൻ, ഏറ്റവും അധികം ചെലവഴിക്കുന്ന, ധാരാളമായി ചെലവഴിക്കുന്ന ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത്. ഏത് കാലഘട്ടത്തിൽ ഇന്നും നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള മുസ്ലിം ഉമ്മത്ത് ധാരാളമായി ചെലവഴിക്കുന്നവരാണ്. പരിശുദ്ധ റമദാനിലൊക്കെ ലോകത്ത് ചെലവഴിക്കപ്പെടുന്ന സമ്പത്തിന്റെ കണക്ക്, ചെലവഴിക്കപ്പെടുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ദാനധർമ്മങ്ങളായി ചെലവഴിക്കപ്പെടുന്ന സമ്പത്തിന്റെ കണക്കെടുത്താൽ മാത്രം കോടികളാണ് ആളുകൾ അള്ളാഹിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്നത്. നമ്മളും അതിന്റെ ഭാഗമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ പരമാവധി ചെലവഴിക്കണം. ഞാൻ ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നത്, നമ്മൾ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഈത്തപ്പഴത്തിന്റെ ബോക്സുകളുണ്ട്. ആ ബോക്സിൽ ഈത്തപ്പഴാണ്, അതിന് മധുരമുള്ളത്. പക്ഷെ കണ്ണീരും വേദനയുള്ള കുറെ ആളുകൾ നമ്മുടെ നാവിൽ തട്ടുന്ന ആ മധുരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. നമ്മളത് വാങ്ങുമ്പോ ഏതോ നാട്ടിലെ ഒരു രോഗിക്ക് നമ്മളൊരു സഹായം ചെയ്യാൻ, നമ്മളൊരു ഉപകാരം ചെയ്യാൻ ഈ ടേബിളിൽ കുറച്ച് ഈത്തപ്പഴത്തിന്റെ ബോക്സിൽ ഇരിക്കുന്നത്. നമുക്കൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള കടയിലിറങ്ങിയാൽ മാർക്കറ്റിൽ നിന്ന്, കടകളിൽ നിന്ന്, ബേക്കറിയിൽ നിന്ന് നമ്മളൊക്കെ വാങ്ങുന്ന ഒരു സാധനം നമ്മൾ ഓരോ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൽ അവർക്ക് കിട്ടുന്ന മിച്ചം കൊണ്ട് ഡയാലിസ് അടക്കമുള്ള കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈത്തപ്പഴ ചലഞ്ച് എന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാകണം. ഏതെങ്കിലും ഒരാളുടെ ഒരു നേരത്തെ വേദനയുടെ ഒരാശ്വാസത്തിന്, ഒരു സെക്കൻഡ് നേരത്തെ വേദനയുടെ ഒരാശ്വാസത്തിന് നമ്മളതിന് കാരണമാകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ പദ്ധതിയോടൊപ്പം നിൽക്കണം എന്ന് സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, യഥാർത്ഥ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നമ്മളിൽ നിന്ന് കർമ്മം സ്വീകരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. ഒരു സംഗതി ചെയ്യുമ്പോ ഒരു നാട്ടു നടപ്പ് എന്നുള്ള നിലക്ക് കൂട്ടത്തിൽപ്പെട്ട് ചെയ്യുന്നത് ആകരുത്. അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഒരു നാട്ടിലിങ്ങനെ നടക്കുന്നു. റമദാൻ മാസം വരുമ്പോൾ എല്ലാവരും കൂടെ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, തരിക്കഞ്ഞി കുടിക്കുന്നു, നോമ്പെടുക്കുന്നു, രാത്രി നിസ്കരിക്കുന്നു. അങ്ങനെ ഒരു ഓളാണ്. ആ ഓളത്തിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു എന്നല്ല. റമദാൻ എന്ന് പറയുന്നത് നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും എല്ലാ കർമ്മങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പറ്റി ഇവിടെ പറയാണ്, മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ. നോമ്പെടുക്കുമ്പോ നല്ല ഈമാനോടുകൂടെ, എന്റെ റബ്ബ് പറഞ്ഞിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്ന, പടച്ചോൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കർമ്മമാണ്. അള്ളാന്റെ കൽപ്പനയാണ്, നിങ്ങൾ നോമ്പെടുക്കണം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. നിങ്ങൾ ആരാണോ ആ മാസത്തിൽ നിങ്ങളുള്ളത് അവർ നോമ്പെടുക്കണം. അള്ളാന്റെ കൽപ്പനയാണ്. അത് ഞാൻ പ്രാവർത്തികമാക്കണം എന്നുള്ള ബോധ്യത്തോടെ നല്ല ഈമാനോടുകൂടെ നമ്മൾ നോമ്പെടുക്കണം. രണ്ടാമത് പഠിച്ച നമ്മളോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ എടുക്കുന്ന നോമ്പിന് കൂലി കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കണം. വക്തിസാബൻ, ഞാൻ എടുക്കുന്ന നോമ്പിന് എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരണം നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ മനസ്സിലതുണ്ടാണ്. എന്റെ നോമ്പ് കുറ്റമറ്റ നോമ്പായി റബ്ബിന്റെ അടുക്കൽ കബൂലാവുകയും ഈ ഒരു നോമ്പുകാരൻ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്റെ റബ്ബ് എനിക്ക് നൽകുകയും ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഈ രണ്ട് നിബന്ധന വെച്ചാൽ നോമ്പിനെ പറ്റി പറഞ്ഞാൽ അപ്പോഴാണ് നോമ്പ് ശരിയാവാൻ. മൻസ്വാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അപ്പോഴാണ് അയാളുടെ പാപങ്ങളൊക്കെ പടച്ചോൻ അതിന്റെ പേരിൽ പുറത്തു കൊടുക്കുക എന്നാണ്. ഈമാനോടുകൂടെ ഇഹ്തിസാബോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നോമ്പെടുക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദുർത്തവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്വതക്കകളും നമ്മുടെ ദാനങ്ങളും നമ്മുടെ ധർമ്മങ്ങളും നമ്മുടെ നോമ്പും ഖുർആൻ പാരായണവും രാത്രി നമസ്കാരവും എല്ലാം സൽക്കർമ്മങ്ങളായി പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വാലിഹായ അമലുകളായി ഇബാദത്തുകളായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒരുപാട് സഹോദരിമാർ അള്ളാഹു പരിശുദ്ധ റമദാനിന്റെ ഫളലുകൊണ്ട്, ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകളെ കൊണ്ട് രോഗികളായ സഹോദരന്മാർക്ക് അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മ ബാപ്പമാരുടെ, മക്കളുടെ, ഇണകളുടെ, കുടുംബക്കാരുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
റമദാനിൽ അള്ളാഹു നരകമോചനം നൽകുമ്പോൾ ആ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ, റമദാനിൽ അള്ളാഹു സ്വർഗാവകാശികളെ തീരുമാനിക്കുമ്പോൾ ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവശേഷിക്കുന്ന റമദാനിന്റെ ദിനരാത്രങ്ങൾ എല്ലാ രീതിയിലും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.